നമസ്കാരം. കള്ളപ്പണം വന്ന പെട്ടിയെക്കുറിച്ച് മാത്രമല്ല മറ്റു വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവണമെന്ന് സംസ്ഥാന സെക്രട്ടറി. പെട്ടിയെക്കുറിച്ച് പ്രതികരിക്കാതെ അന്വേഷണം നടക്കട്ടെ എന്ന ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റി അംഗം. പെട്ടി ചർച്ച ഇന്നലെ തീർന്നു, ഇന്ന് വേറെ ദിവസമാണെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം. പെട്ടി റെയ്ഡ് ഷാഫിയുടെ നാടകമാണോ എന്ന് അന്വേഷിക്കണമെന്ന് ആദ്യം പറഞ്ഞ സ്ഥാനാർത്ഥി ഇന്ന് പറയുന്നു കള്ളപ്പണം വന്നു, അത് അന്വേഷിക്കണമെന്ന്. പെട്ടി പാലക്കാട്ട് എല്ലാവർക്കും ഒരു ഒഴിയാബാധയായോ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി കോൺഗ്രസ് വക്താവ് അനിൽ ബോസ്, CPM വക്താവ് KC റിയാസുദ്ദീൻ, BJP വക്താവ് ഷാജി രാഘവൻ എന്നിവർ. ആദ്യം അനിൽ ബോസിലേക്ക്. അനിൽ, ഈ പെട്ടി ചർച്ച ചെയ്യണം എന്നത് നിങ്ങളുടെ ആഗ്രഹമാണ്, നിങ്ങൾ നടത്തിയൊരു നാടകമാണ് എന്നാണ് LDF സ്ഥാനാർത്ഥി P സരിൻ ആദ്യം പ്രതികരിച്ചത്. ഇപ്പോൾ CPM-നകത്ത് പല അഭിപ്രായങ്ങളുണ്ട്, അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന അഭിപ്രായം പങ്കുവയ്ക്കുന്നു കൃഷ്ണദാസിനെ പോലുള്ളവർ, ബാലനെ പോലുള്ളവർ. അതേസമയം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും അത് ചർച്ച ചെയ്യണം മറ്റു വിഷയങ്ങളോടൊപ്പം എന്ന നിലപാടാണ്. അത് പാർട്ടി നിലപാട് എന്ന് പറയുമ്പോൾ പോലും അതിലൊരു അവ്യക്തത LDF-നുണ്ടെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഈ പെട്ടി ചർച്ച ചെയ്യപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളിതൊന്നും അല്ലല്ലോ ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾ ഉയർത്തുന്ന ജനകീയ പ്രശ്നങ്ങളാണ്, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം തേടലാണ് ഞങ്ങളുടെ പ്രശ്നം. ഇപ്പം എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ. ആ ദിവസങ്ങളിൽ ഗോവിന്ദനും കൃഷ്ണദാസും സുരേഷ് ബാബുവും സരിനും ഇവരെല്ലാവരും കൂടി തീരുമാനിക്കട്ടെ, നീലപ്പെട്ടി വേണോ ചുവപ്പ് പെട്ടി വേണോ, പെട്ടിയെക്കുറിച്ച് സംസാരിക്കണ്ടേ, അതവർ തീരുമാനിക്കട്ടെ എന്ന്. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്ന CPM എലിപ്പെട്ടിയിൽ വീണ അവസ്ഥയാണ്. ഊരി എടുക്കാൻ കഴിയുന്നില്ല, ചാടിപ്പോവാൻ കഴിയുന്നില്ല. എലിപ്പെട്ടിയിൽ വീണ അവസ്ഥയിലാണ് CPM കിടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അവരാദ്യം കേന്ദ്ര കമ്മിറ്റി കൂടിയോ സംസ്ഥാന കമ്മിറ്റി കൂടിയോ ജില്ലാ കമ്മിറ്റി കൂടിയോ ഇനി അതിനപ്പുറത്ത് വേറെ വല്ല കമ്മിറ്റികളുണ്ടെങ്കിൽ അതൊക്കെ കൂടി ഇതൊക്കെ പരിഹരിച്ച് വാ. പാലക്കാടെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും. മുൻപ് ഷാഫി പരിഹരിച്ചു, മുന്നോട്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് MLA ആയി അത് പരിഹരിക്കും. അതുപോലെ അജിംസേ അല്ല, അവിടെ ഒരു കാര്യമുണ്ട്. അനിൽ ബോസ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇനി കേവലം 5-10 ദിവസമേ ഉള്ളൂ ഇലക്ഷന്. ഈ 10 ദിവസത്തിനുള്ളിൽ ഈ പ്രചാരണത്തിൻ്റെ ബഹുഭൂരിഭാഗം സമയവും ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം ആ മണ്ഡലത്തിൽ കത്തിച്ചു നിർത്തുന്നതാണ്. അത് പറയാൻ നിങ്ങൾക്ക് സമയം കിട്ടില്ല. CPM ഒരു അജണ്ട സെറ്റ് ചെയ്തു, നിങ്ങൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പെട്ടിയല്ല, നീലപ്പെട്ടിയല്ല, മഞ്ഞപ്പെട്ടിയല്ല, നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പറയാൻ വേറെ ഒന്നും ഉണ്ടായില്ല, സമയം തന്നില്ല CPM. ഞങ്ങൾ അതൊന്നും പറയുന്നില്ലല്ലോ, നിങ്ങൾക്ക് തെറ്റിദ്ധാരണയല്ലേ. നിങ്ങൾ മാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കൾ മൈക്കുമായി വരുമ്പോൾ സ്ഥാനാർത്ഥിയോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് മറുപടി പറയുന്നത്. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ജനങ്ങൾക്കറിയാൻ ആകാംക്ഷയുള്ള വിഷയങ്ങൾ നിങ്ങൾ ചോദിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഞങ്ങൾ ജനങ്ങളോട് കുടുംബയോഗങ്ങളിലൂടെ, പ്രചരണ ജാഥകളിലൂടെ, സ്ഥാനാർത്ഥി പര്യടനത്തിലൂടെ, സ്നേഹ കൂട്ടായ്മകളിലൂടെ, പ്രത്യക്ഷമായിട്ടുള്ള മറ്റ് പുതിയ ശൈലിയിലുള്ള പരിപാടികളിലൂടെ ആളുകളുമായി ഞങ്ങൾ സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ധാരണ നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയുന്നതാണ് രാഷ്ട്രീയമെന്നാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുടെ ലോകത്താണ് മാധ്യമ സുഹൃത്തുക്കളടക്കം. നിങ്ങളോട് എന്താ ഇപ്പൊ കൃഷ്ണദാസ് പറഞ്ഞു, നിങ്ങൾക്ക് വേറൊന്നും പണിയില്ലേ എന്ന് ചോദിക്കുന്ന സ്ഥിതി വന്നു. എന്തായിരുന്നു ഇവരുടെ അഭിപ്രായം ഇതിനു മുമ്പ്? എന്താണ് CPM-ന്റെ അഭിപ്രായം? അതിൽ വ്യക്തതയില്ലല്ലോ. നിങ്ങൾ പോയി അവരോട് ചോദിക്കുന്നേ. നിങ്ങൾ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമാണോ, സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനമാണോ, ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനമാണോ എന്നൊക്കെ അവരോട് ചോദിക്കുക. ഞങ്ങൾക്ക് ഇതിനൊന്നും നേരമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മണ്ഡലം, ഞങ്ങൾ നിലനിർത്തി വന്ന മണ്ഡലം വീണ്ടും നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അജിംസെ ഒരു പാർട്ടി പ്രതിനിധിയായി വന്നിരുന്ന് ബ്ലൈൻഡായി വർത്തമാനം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പറഞ്ഞു പോകുന്ന ഒരാളല്ല ഞാൻ. 10,000 വോട്ടിന് ജയിക്കുമെന്നാണ് ഇതിനു മുമ്പ് മറ്റു ചാനൽ ചർച്ചകളിൽ ഞാൻ പറഞ്ഞതെങ്കിൽ ഇന്ന് ഞാൻ അതിൽ അപ്പുറത്തേക്ക് കടക്കുന്നു. 10,000-നും 20,000-നും ഇടയ്ക്കെങ്കിലുമുള്ള ഒരു ഭൂരിപക്ഷം, അത് കടക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും 10 എന്നുള്ള സ്ഥിതി മാറി 20-ലേക്ക് എത്തുന്ന ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം അവിടെ ജയിച്ചിരിക്കും. ആ ജയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന സ്ഥാനാർത്ഥിയുടെ കരിഷ്മയുണ്ട്. മുൻ MLA ഷാഫി പറമ്പിലിൻ്റെ വൈബ്രൻ്റ് ആയിട്ടുള്ള ആ മണ്ഡലത്തിലെ ഇടപെടലുണ്ട്. വളരെ ഹൃദയം നൽകി ഹൃദയം സ്വീകരിച്ച VK ശ്രീകണ്ഠൻ എന്ന പാർലമെന്റ് അംഗവും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ വ്യക്തിയുടെ മികച്ച സംഘാടനമുണ്ട്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ നിലപാടുകളുണ്ട്. കോൺഗ്രസ് പാർട്ടിയിലെ അതിശക്തമായ കൂട്ടായ്മ, UDF-ന്റെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം മാത്രമല്ലെന്നേ, ഇന്ത്യ നേരിടുന്ന ബഹുമുഖമായ വിഷയങ്ങൾ മാറ്റുരയ്ക്കപ്പെടുകയാണ്. അത് കേന്ദ്ര സർക്കാർ. എന്താ സ്ഥിതി? ബി ജെ പിയുടെ സ്ഥിതി എന്താ? അജിംസ് ആലോചിച്ചിട്ടുണ്ടോ?
ഒരു BJP എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടിയാണല്ലോ, RSSന്റെ തണലിൽ വളരുന്ന ഒരു പാർട്ടിയാണെന്നാണല്ലോ അവരുടെ വെപ്പ്. ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷം തുടങ്ങുമ്പോൾ ആദ്യം നാം കണ്ടത് എന്താ? ശോഭാ സുരേന്ദ്രന്റെ ഫ്ലെക്സ് കത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്താ BJP പറഞ്ഞത്? ശോഭാ സുരേന്ദ്രന്റെ ഫ്ലെക്സ് കത്തിച്ചത് സാമൂഹ്യ ദ്രോഹികളാണ്. ഞാൻ ചോദിക്കട്ടെ, പ്രഖ്യാപിക്കാത്ത സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയാക്കി പോസ്റ്റർ വെച്ചവൻ ആരായിരിക്കും? ഫ്ലെക്സ് ബോർഡ് വെച്ചവൻ BJP അവിടെ പ്രചാരണം നടത്തുന്ന വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം, ഇപ്പൊ നമ്മൾ പെട്ടിയെ പറ്റി സംസാരിക്കുന്നു. BJP എന്ത് പറഞ്ഞാണ് അവിടെ വോട്ട് പിടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? BJP അവിടെ പിക്ചറിലില്ലെന്നേ. ഇപ്പം BJP അങ്ങനെ പറയല്ലേ അനിൽ ബോസ്? BJP അവിടെ 2ാം സ്ഥാനത്തുണ്ട്. അവർ നില മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വഖഫാണ്. അതായത് 100 അണി കൽപ്പാത്തി പോലുള്ള സ്ഥലങ്ങൾ പോലും വഖഫ് ബോർഡ് ഏറ്റെടുക്കും എന്ന ഭീതിജനകമായ പ്രചാരണം അഴിച്ചിട്ട് അവരുടെ വോട്ട് പിടിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. ഒരു കാര്യവുമില്ല. അവരുടെ ഒരു ധാരണ അങ്ങനെയാണ്. അവർക്ക് വഖഫ് ബോർഡ് പറഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന് BJP ധരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അവരോട് മുന്നോട്ട് വെക്കാനുള്ളത് അയോധ്യ നിങ്ങൾക്ക് പാഠമാകണം എന്നാണ്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ രാമരാജ്യത്തിന്റെ മുദ്രാവാക്യം വെച്ച്, രാമക്ഷേത്രത്തിന്റെ മുദ്രാവാക്യം വിളിച്ച് നിങ്ങൾക്ക് വോട്ട് പിടിക്കാൻ കഴിഞ്ഞു. ചില തെരഞ്ഞെടുപ്പുകളിൽ വോട്ടാർജിക്കാനും കഴിഞ്ഞു. ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ എന്താ സ്ഥിതി? ഇപ്പോഴത്തെ സ്ഥിതി എന്താ? രാമക്ഷേത്രം ഇരിക്കുന്ന കോൺസൻസി, ആ കോൺസൻസിയിൽ അവിടുത്തെ പണ്ഡിറ്റിന്റെ മകൻ BJPയുടെ സ്ഥാനാർത്ഥി തോൽക്കുകയാണ്. അജിംസെ, ഇന്ത്യയിലെ മതഭൂരിപക്ഷം ഹിന്ദുക്കളാണെങ്കിൽ ആ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ് വാരണാസി എന്ന് പറഞ്ഞുകൊണ്ട് 5 ലക്ഷം വോട്ടിൽ നിന്ന് 6 ലക്ഷം വോട്ടിൽ ജയിക്കാൻ പോയ നരേന്ദ്രമോദി ദയനീയമായി കരഞ്ഞെഴഞ്ഞ് കയറുന്നത് നാം കാണുകയാണ്. ആ വിജയത്തിൽ പോലും സംശയം നിൽക്കുന്ന കാലത്താണ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകല്ലേ? BJP ആളിക്കത്തിക്കുന്ന വർഗീയതയുടെ ഭാഗമായി ജനങ്ങൾ ചിന്തിക്കുമെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത് വാരണാസി ജില്ലയിലെ 12 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആ 12ലും അവർ ജയിക്കണം. 9 സ്ഥലത്ത് അവർ തോറ്റു. അജിംസെ, രാമക്ഷേത്രം ഇരിക്കുന്നിടത്ത് തോറ്റു. അതുകൊണ്ട് വഖഫ് അവരെന്തിനാ പറയുന്നതെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ വിവേകം പാലക്കാട്ടെ പ്രബുദ്ധരായ വോട്ടർമാർക്കുണ്ട്. വഖഫ് വിഷയം ഈ രീതിയിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി, വർഗീയ വിഭാഗീയതയ്ക്ക് വേണ്ടി അവർ കൊണ്ടുവരുന്നതാണെന്ന് നമ്മൾ ഈ ചർച്ചയിലിരുന്ന് വാദിച്ച് ജയിക്കേണ്ട. ജിംസെ, ജനങ്ങൾക്ക് നല്ല തിരിച്ചറിവുണ്ട്. ശരി, നമ്മൾ പറയത്തില്ലേ മാരിജന്റെ അണിഞ്ഞ് കടന്നു വരുന്ന വർഗീയവാദികളെ തിരിച്ചറിയാനുള്ള വിവേകം പാലക്കാട്ടെ ചേലക്കരയിലെ അടുത്ത റൗണ്ടിൽ അങ്ങനെയൊക്കെ തിരിച്ചു. കെ.സി. റിയാസുദ്ദീൻ, ഈ പെട്ടി വിഷയം അത് വിട്ടതാണ്, അത് പഴയ വിഷയമാണ്, അതിന് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസും അതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും പറയുന്നതെങ്കിലും പാർട്ടി സെക്രട്ടറിമാർ, സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്ററും EN സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറിയും പറയുന്നത് ഇതോടൊപ്പം ചർച്ച ചെയ്യണമെന്നാണ്. ഇതോടൊപ്പം ചർച്ച ചെയ്യണമെന്ന് പാർട്ടി സെക്രട്ടറിമാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അണികൾക്ക് അത് ചർച്ച ചെയ്തേ പറ്റൂ. പക്ഷേ ഈ സംഭവം നടന്ന് ഇപ്പോൾ ഇത്ര മണിക്കൂറുകൾ, ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനൊരു കേസ് എടുത്തിട്ടില്ല. ഒരു പരാതി ലഭിച്ചിട്ട് പോലും ഒരു കേസ് പോലീസ് എടുത്തിട്ടില്ല. നിങ്ങൾ എങ്ങനെ ഇത് ചർച്ചയാക്കും? പാലക്കാട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ധാരാളം വിഷയങ്ങളിൽ ആ വിഷയങ്ങളോട് പൂർണ്ണമായി മുഖം തിരിക്കുന്ന സമീപനം ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾ സ്വീകരിച്ചപ്പോൾ പാലക്കാട്ടെ യഥാർത്ഥ വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ചു. തുടർച്ചയായി 13 വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഈ പാലക്കാട് നിന്ന് വിജയിച്ചു പോയ MLA ഈ പാലക്കാടിന് വേണ്ടി ജില്ലയുടെ ആസ്ഥാനം കൂടി സ്ഥിതി ചെയ്യുന്ന ഈ പാലക്കാട് മണ്ഡലത്തിന് വേണ്ടി പറയത്തക്കതായി, എടുത്തു പറയത്തക്കതായി ചൂണ്ടിക്കാണിക്കാൻ എന്ത് വികസനമാണ് പാലക്കാട്ട് കഴിഞ്ഞ 13 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയത് എന്ന ചോദ്യം ഇവിടെ ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നുണ്ട്. BJP തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പാലക്കാട്ട് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനിടയിലാണ് ഈ പെട്ടി എന്ന് മാത്രം അതിനെ ചുരുക്കി പറയുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി തന്നെ, കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ പ്രതിനിധി തന്നെ അനിൽ ബോസ് തന്നെ സൂചിപ്പിച്ചതുപോലെ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ മത്സരം BJPയും കോൺഗ്രസുമാണ് എന്ന് പറഞ്ഞിടത്തു നിന്ന് BJP ചിത്രത്തിലേ ഇല്ല എന്ന് കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന അനിൽ ബോസിന് തന്നെ ഇവിടെ സമ്മതിക്കേണ്ടി വന്നു എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി.
ഇതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിൽ നിന്ന്, തൊട്ടപ്പുറത്തെ ചേലക്കരയിൽ നിന്ന് മാധ്യമങ്ങളുടെ ഉൾപ്പെടെ മുഴുവൻ ശ്രദ്ധയും ഈ കേരളത്തിലെ പാലക്കാട്ടേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നത് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ വലിയ റിയാസ് പറയുന്നത് ഈ വയനാട്ടിൽ നിന്നും ചേലക്കരയിൽ നിന്നും ശ്രദ്ധ പാലക്കാട്ടേക്ക് വരാനുള്ള കാരണം നിങ്ങൾ ആ പെട്ടി വിവാദം ഉയർത്തിയത് കൊണ്ടാണ്, അത് ഇനിയും തുടരുമെന്നാണോ? അല്ലല്ല, ഒരിക്കലുമല്ല. പെട്ടിയൊക്കെ വരുന്നത് 2 ദിവസം മുൻപാണ്. അതിനു മുൻപ് തന്നെ നോക്കൂ, സ്ഥാനാർത്ഥിയായി ഡോക്ടർ പി സരീനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷം പ്രഖ്യാപിക്കപ്പെടുന്ന നിമിഷം തൊട്ട്, അതിന് തൊട്ട് മുൻപ് ഇവിടെ പറഞ്ഞല്ലോ, ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നെല്ലാം പറയാനുള്ള ധൈര്യം ഈ വേളയിലും പ്രിയ സുഹൃത്ത് അനിൽ ബോസ് കാണിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റക്കെട്ടല്ല, ഒരു മനസ്സല്ല. പ്രിയപ്പെട്ട സുഹൃത്ത് അനിൽ ബോസ്, നിങ്ങൾ മനസ്സിലാക്കണം. റിയാസിന്റെ ക്വസ്റ്റ്യൻ അതല്ല, അവരൊറ്റക്കെട്ടല്ല, നിങ്ങളും ഒറ്റക്കെട്ടല്ല എന്ന് അവരും ആരോപിക്കുന്നുണ്ട്. നിങ്ങളിൽ അനയിക്കും അവരും ആരോപിക്കുന്നുണ്ട്, അവരിൽ അനയിക്കും നിങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്റെ ചോദ്യം അതല്ല. ഈ പെട്ടി വിഷയം ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ടെന്ന് സെക്രട്ടറിമാർ പറയുമ്പോൾ അതെങ്ങനെ, അതില്ലാത്തൊരു വിഷയം എങ്ങനെ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, തീർച്ചയായും അതിലേക്കാണ് വരുന്നത്. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇവിടെ സ്ഥാനാർത്ഥിയായി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട, നോക്കൂ, ബഹുദൂരം വിവിധ വിഭാഗങ്ങളിൽ നിന്ന് അഭൂതപൂർവമായ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നിടത്താണ് പെട്ടി വരുന്നത്. അവിടെയാണ് പെട്ടി വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പെട്ടിയല്ല 9 പെട്ടി കൊണ്ട്, 100 പെട്ടി കൊണ്ട് പാലക്കാട്ടെ വോട്ടർമാരുടെ വിൽ പവറിനെ, വോട്ടർമാരുടെ തീരുമാനത്തെ അട്ടിമറിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും കോൺഗ്രസിന് കഴിയില്ല. പെട്ടി കൊണ്ട് കഴിയില്ല റിയാസുദ്ദീൻ, അത് ശരിയാണ് അങ്ങ് പറഞ്ഞത്. പക്ഷെ പെട്ടികളിൽ പണം ഉണ്ടെങ്കിൽ കഴിയും. പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കഴിയും. പക്ഷേ ഈ പണം എവിടെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ പണം വന്നിട്ടുണ്ടോ? ആ കള്ളപ്പണത്തെ കുറിച്ച് അന്വേഷിക്കട്ടെ എന്ന് എ കെ ബാലൻ പറയുമ്പോൾ അങ്ങനെ അന്വേഷിക്കുന്നുണ്ടോ പോലീസ്? പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ടോ? പോലീസ് തീർച്ചയായും അതെല്ലാം അന്വേഷിക്കും. ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ 11 മണിക്ക് നോക്കൂ, KPM ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോയ, തലയിൽ മുണ്ടിട്ടോ മതിൽ ചാടിയോ മാധ്യമപ്രവർത്തകരെ ഭയന്ന് പോലീസ് വരുന്നതിന് മുൻപ് അവിടെ നിന്നും ഒളിച്ചോടിയ പാലക്കാട് MP-യും വടകര MP-യും മുൻ MLA ഷാഫി പറമ്പിലും, നോക്കൂ, ചാമക്കാല ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഫറൻസ് ഹാളിനകത്ത് ഇരുന്ന് നടത്തിയ ചർച്ചകൾ പോലീസ് വരുന്നതിന് മുൻപ്, തൊട്ട് മുൻപ് മാധ്യമങ്ങൾ എത്തുന്നതിന് മുൻപ് KPM ഹോട്ടലിലെ 40 മുറികളിൽ ഏതെങ്കിലും ഒരു മുറിയിലേക്ക്, അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗാണെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ കയറിയ വണ്ടിയിൽ കയറാതെ പോയ ബാഗിനെ കുറിച്ച് 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ സമയമെടുത്ത് കോഴിക്കോട്ട് 2:20 നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു ഘട്ടത്തിൽ പോലും 11 മണിവരെ ഞാൻ KPM ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പറയാൻ ശ്രദ്ധിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ, നോക്കൂ, അദ്ദേഹത്തിന്റെ ആ ശ്രദ്ധ, ഇതെല്ലാം തിരിക്കുന്നത് എന്ത് തന്നെയായാലും ഈ പെട്ടി ഇവിടെ ഈ പാലക്കാട്ടെ ഇലക്ഷൻ കോൺടെസ്റ്റിലേക്ക് വരുന്നത് കോൺഗ്രസ് റിയാസ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് 11 മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. പിന്നീട് മാധ്യമങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കോഴിക്കോട്ടിൽ പോയി. ഓക്കെ, ഒരു നിമിഷം, അദ്ദേഹം ഹോട്ടലിൽ ഉണ്ടായിരുന്നപ്പോൾ പെട്ടി കൊണ്ടുവന്നു, ആ പെട്ടി പുറത്തേക്ക് പോയിട്ടുണ്ട്. റിയാസിന്റെ ചോദ്യം ഇതാണ്. ഇതൊക്കെ എന്താണ്, ഒരു തിയറിയാണ്. ഇതിൽ പണമുണ്ട്, ഉണ്ടായിരുന്നു, പണമുണ്ടെന്ന് കണ്ടെത്തിയാൽ ഒരു കേസെടുക്കാൻ പോലീസിന് പറ്റൂ. പോലീസ് കേസെടുത്തിട്ടില്ല. അല്ല, പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി അതിൽ കേസെടുക്കും. കേരളത്തിലെ പോലീസിനെ കുറിച്ച്, ആ പോലീസിന്റെ മികവിനെ കുറിച്ചൊന്നും ആർക്കും സംശയമില്ല. 24 മണിക്കൂറിനകമാണ് തൃശൂരിൽ നിന്ന് ATM കവർച്ച നടത്തിയ കവർച്ചാ സംഘത്തെ ഈ പോലീസ് അറസ്റ്റ് വരിച്ചത്. നോക്കൂ, 24 മണിക്കൂറിനകമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് കേരളത്തിലേത്. ആ ആഭ്യന്തര വകുപ്പും പോലീസും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തും. പ്രതികളെ കണ്ടെത്തുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് മാത്രം നിൽക്കില്ല. 4 കോടി രൂപ ഷാഫി പറമ്പിലിന് കൈമാറി എന്ന് പറഞ്ഞ സുരേന്ദ്രനാണ് ധർമ്മരാജനുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ പറഞ്ഞ ഈ ധർമ്മരാജൻ 4 കോടി ഷാഫിക്ക് കൊടുത്തു, അതാണ് സ്രോതസ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അതായത് കള്ളപ്പണം ഇല്ല എന്ന് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ കോൺഗ്രസ് പറയുന്നു, നിങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾ 4 കോടി, ഏത് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി നടന്ന BJP ധർമ്മരാജൻ വഴി 4 കോടി കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാണ്? അങ്ങനെയാണോ?
അല്ല, സുരേന്ദ്രൻ പറഞ്ഞാൽ അവർക്ക് വിശ്വാസമാണ്. പാലക്കാട്ട് അജിംസെ, ഇന്ത്യ അവരൊരു മുന്നണി പാർട്ടിയല്ലേ, സ്ഥാനാർത്ഥിയായിട്ടല്ലോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് രാഹുൽ ജനതാ മാങ്കൂട്ടത്തിൽ പാർട്ടി. ഒരു നിമിഷം അനിൽ ബോസ്, എന്റെ പ്രശ്നം ഇതാണ്. റിയാസ്, നമുക്ക് അത്തരം തിയറികൾ വിടാം. ഈ സംഭവം, ഈ റെയ്ഡ് നടന്നു, റെയ്ഡിൽ നിന്ന് ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് ഇവിടെ ഒരു നിമിഷം, ബിന്ദു കൃഷ്ണയ്ക്കും ഷാനിമോൾ ഉസ്മാനും എഴുതി കൊടുത്ത പോലീസ്, ബിജെപിയും 3 മുന്നണികൾ തമ്മിലാണ് മത്സരം. ഇനി ഇതിലൊരു തുടരന്വേഷണം ഇല്ല, ഇനി തുടർ എന്താണ് തെരച്ചിലുകളില്ല, റെയ്ഡില്ല എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സമയം തൊട്ട് തുടരന്വേഷണം ആവശ്യമില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നു. പോലീസ് ഈ നിമിഷം വരെ 72 മണിക്കൂർ കഴിഞ്ഞ് കേസ് എടുത്തിട്ടില്ല. ഇങ്ങനെ ഇല്ലാത്തൊരു പരാതി, ഷാനിമോൾ ഉസ്മാൻ ആദ്യഘട്ടത്തിൽ ഇല്ലാത്തൊരു പരാതിയാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ ജില്ലാ പോലീസ് മേധാവിക്ക്? നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ? CPM പരാതി എവിടെ നിന്ന് പോയി പരാതി എവിടെ നിന്ന് പോയി എന്നും അന്വേഷിക്കണം. ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാത്ത കോൺഗ്രസിന്റെ DCC പ്രസിഡന്റിനും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായി വേണ്ട എന്ന് പറഞ്ഞ പാലക്കാട് MP-ക്കും ഉൾപ്പെടെ ഈ പരാതിയിൽ, അതല്ലെങ്കിൽ ഈ വിഷയം പുറത്തു വന്നത്, ഈ കള്ളപ്പണം, ഈ കുഴൽപ്പണം, ഈ പെട്ടി, ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ എവിടെ നിന്ന് വന്നു എന്ന് കൃത്യമായി അന്വേഷിക്കാൻ കൂടെ പോലീസ് തയ്യാറാവും എന്ന് തന്നെയാണ്. നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ SP-ക്ക്? അല്ല അജിംസെ, ഞങ്ങൾ കൊടുത്ത പരാതിയിൽ അന്വേഷണം ഉണ്ടാവും. പോലീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കും. റിയാസ്, നിങ്ങൾ പരാതി കൊടുത്തിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് FIR ഇട്ടിട്ടില്ല. ഒരു FIR ഇല്ലാത്ത കേസാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, നിങ്ങൾ സൂചിപ്പിച്ച പോലീസ് ഈ സമയം വരെ FIR ഇട്ടില്ല എന്ന ആ കാര്യത്തെ ഞാൻ ആ വിഷയത്തിൽ കൂടെ കാര്യങ്ങൾ ഞാൻ വളരെ കൃത്യമായി പറയാണ്. പോലീസ് ഈ കേസിന്റെ മെറിറ്റ്, ഈ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന്റെ കൈകളിലുണ്ട്. പണം എവിടെ നിന്ന് വന്നു, ആരിലേക്ക് പോയി, എവിടെയെല്ലാം വിതരണം ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസിന്റെ കൺസേണിൽ വരുന്ന കാര്യങ്ങളാണ്. അതെല്ലാം കൃത്യമായി പരിശോധിക്കും. FIR രജിസ്റ്റർ ചെയ്യപ്പെടും. ഇതിനകത്ത് പ്രതികളാക്കപ്പെട്ട ആളുകൾ ഈ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള 2 MP-മാർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ വ്യക്തികളാണ്. തീർച്ചയായും ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടാവും. FIR രജിസ്റ്റർ ചെയ്യപ്പെടും. ഇതിനകത്ത് ആർക്കും സംശയമാണ്, തർക്കമാണ്. ഷാജി രാഘവൻ, ഞാൻ അങ്ങേക്ക് വരാൻ വൈകിയതിൽ ക്ഷമിക്കണം. ഈ ഒരു സംഭവം, ഈ കള്ളപ്പണം എന്ന CPM-ന്റെ ആരോപണം, നിങ്ങൾ ഒരുമിച്ചായിരുന്നു അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തത്, അത് നിങ്ങളും പ്രചാരണായുധമാക്കുന്നുണ്ടോ? അല്ല, ഇവിടെ UDF-ന്റെ ശ്രീ അനിൽ ബോസ്, അദ്ദേഹം വളരെ സന്തോഷവാനായിട്ടിരിക്കുന്നതിന്റെ സാഹചര്യം പാലക്കാട് കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. തെളിവിന് വേണ്ടിയിട്ട്, തെളിവിന്റെ അടിസ്ഥാനത്തിൽ കള്ളപ്പണം പിടിച്ചില്ല എന്നുള്ളതാണ് അനിൽ ബോസിന്റെ സന്തോഷം. ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുന്നത് കൃത്യമായ വിവരമാണ് പോലീസിന് കിട്ടിയത്. എന്താണ് 7-ാം തീയതി CPM-ന്റെ നേതാക്കൾ പറഞ്ഞത്? പാലക്കാട്ട് കോൺഗ്രസിലെ പടലപ്പണക്കം, അവരുടെ വിഭാഗീയത, അവര് തന്നെ, അവരുടെ ആൾക്കാരാണ് ഈ ചോർത്തി കൊടുത്തത്. കാശിന്റെ ഈ പറയുന്ന കള്ളപ്പണ ഇടപാട് അവിടെ നടക്കുന്നു എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലല്ലേ, കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ പോലീസ് അവിടെ ചെന്നത്? അങ്ങനെ കൃത്യമായ വിവരം കിട്ടി എന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് സംശയം പറഞ്ഞെങ്കിലും അവസാനം അവർ സ്ഥിരീകരിച്ചു. അങ്ങയുടെ കാര്യത്തിൽ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കട്ടെ, ഈ ഇവരുടെ കള്ളപ്പണത്തിന്റെ സ്രോതസ് ധർമ്മരാജനാണോ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന പോലെ? അജിംസെ, ഞാൻ സൂമിലാണ് സംസാരിക്കുന്നത്, ഞാൻ യാത്രയിലാണ്. നിങ്ങൾ ഇങ്ങനെ ഇടപെട്ടാൽ എനിക്ക് ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. അങ്ങനെ ഒരു ചേർത്ത് കെട്ടലിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ കള്ളപ്പണം, കോൺഗ്രസ് നടത്തിയ കള്ളപ്പണ ഇടപാടിനെ പറ്റിയിട്ടല്ലേ സംസാരിക്കുന്നത്? അത് ചോർത്തി കൊടുത്തത് കോൺഗ്രസിന്റെ ആൾക്കാർ തന്നെയാണ്. അതിനെപ്പറ്റി അന്വേഷിക്കാൻ ബാധ്യതയുള്ള, അന്വേഷിക്കേണ്ട പോലീസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ളതല്ലേ പ്രശ്നം. കൃത്യമായ വിവരം പോലീസിന് കിട്ടിയെന്ന് പോലീസ് പറഞ്ഞു. അങ്ങനെ കിട്ടിയ പോലീസ് നടത്തേണ്ടതായ റെയ്ഡാണോ അവിടെ നടത്തിയത്? കൃത്യമായി അവിടെ നടന്ന KPM ഹോട്ടലിൽ നടന്നത് റെയ്ഡിന്റെ പേരിൽ നടന്ന നാടകമല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയത് CPM അല്ലേ, ഗവൺമെന്റ് അല്ലേ, പോലീസ് അല്ലേ? ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ മാത്രം പ്രശ്നമല്ല ഇത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ ജയിക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാണ്. അതുകൊണ്ടെന്താ പ്രശ്നം? പോലീസിനോട് അന്വേഷിക്കേണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത വായന നടത്തുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ അവർ ആവശ്യപ്പെട്ടോളും. അതിന് യാതൊരു സംശയവും വേണ്ട, അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പോലീസ് അടിയന്തരമായി ഇടപെട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദം വേണമെന്ന് താങ്കൾ പറയുന്നത്. പിന്നെ എന്തിനാ പോലീസ് അവിടെ പോയത്? പോലീസ്
ഏതെങ്കിലും കാരണത്താൽ റെയ്ഡ് എന്ന് പറയുന്നത് പ്രകസനമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനവർ മറുപടി പറയേണ്ടി വരും. അത് പറഞ്ഞോളൂ. ഇവിടെ പ്രശ്നം അതല്ലല്ലോ. ഇവിടെ CPM മനഃപൂർവ്വമായി സഹായിച്ച സാഹചര്യം എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ശ്രീ ബാലൻ ഉൾപ്പെടെ, CPMന്റെ ശ്രീ ബാലൻ ഉൾപ്പെടെ എന്താ പറഞ്ഞത്? ഷാഫി പറമ്പിലിന്റെ വിജയത്തിന്റെ പിന്നിൽ അവർക്ക് കിട്ടിയ വോട്ടിൽ ഞങ്ങളുടെ വോട്ടുണ്ട് എന്ന് പരസ്യമായിട്ട് സമ്മതിച്ചിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ? ആഹ്ലാദം പങ്കുവച്ചില്ലേ CPMന്റെ ജില്ലാ ഓഫീസിൽ ഷാഫി പറമ്പിൽ ജയിച്ചപ്പോൾ? ഇതേ നാടകം ഒരു പ്രാവശ്യം സരിനെ നിർത്തിയിട്ട് അവരിത് ചെയ്യുകയാണ്. ഇത് തന്നെയാണ് അവർ പാലക്കാട് ചെയ്യുന്നത്. കൃത്യമായി ഒരു റെയ്ഡ് നടത്തിയിരുന്നെങ്കിൽ കള്ളപ്പണം പിടിക്കുമായിരുന്നു എന്നുള്ളതിന് എന്താ സംശയം? UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കൂ. വസ്തുതാവിരുദ്ധമല്ലേ? പരസ്പരം ബന്ധപ്പെടുത്താൻ സാധിക്കുന്നതാണോ അത്? ഇന്ന് അദ്ദേഹത്തിന്റെ ഡ്രസ്സിനെ പറ്റി പറഞ്ഞു. ഈ ഡ്രസ്സ് ഞാൻ നാളെ ധരിക്കേണ്ട ഡ്രസ്സ് എന്താണെന്ന് ഹോട്ടലിൽ ഇരിക്കുന്ന ചില നേതാക്കന്മാരെ കാണിക്കാൻ കൊണ്ടുപോയി എന്നാ പറയുന്നത്. അവിടെ ഇരുന്നതാരാ? അവര് പറഞ്ഞത് എന്താ? ഹോട്ടലിൽ ഇരുന്നവർ പറഞ്ഞത് ഞങ്ങൾ ഇലക്ഷനെ പറ്റി ചർച്ച ചെയ്യാനുള്ള ഒരു സിറ്റിംഗ് ആയിരുന്നു എന്നാ. ഞാനെന്ത് ചോദിച്ചിട്ട്, DCC പ്രസിഡന്റ് ഇല്ലാതെ നാളിതുവരെ ഒരു മീറ്റിംഗ് നടത്താത്ത KPM ഹോട്ടലിന്റെ ഈ പറയുന്ന റൂമില്, ബോർഡ് റൂമില് എന്തേ അന്ന് മാത്രമേ ഇവർ സമ്മേളിച്ചു? എന്തുവാ DCC പ്രസിഡന്റ് പങ്കെടുത്തില്ല? 2 MPമാരും പാലക്കാടുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു കോൺഗ്രസ് നേതാവും സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളല്ലോ. അവിടെ വേറെ ആരും ഉണ്ടായിരുന്നുള്ളല്ലോ. അതിന് അവർ പറഞ്ഞ മറുപടി എന്താ? എന്നിട്ട് സ്ഥാനാർത്ഥി പറഞ്ഞ മറുപടി എന്താ? ഞാൻ നാളെ ഒരു ആത്മീയ ആചാര്യനെ കോഴിക്കോട് കാണാൻ പോകുന്നു, ഞാൻ ജുബ്ബ ഇടണോ, മുണ്ടിടണോ, പാൻറ് ഇടണോ, ജീൻസ് ഇടണോ എന്ന് ചോദിക്കാൻ പോയിരുന്നു. ആരോട്? ഷാഫി പറമ്പിലിനോട്. 3 നേരം അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വിഡ്ഢിത്തരം പറയുമ്പോൾ അല്ല ഒരു മര്യാദ. ഷാജി, ഇതൊക്കെ നിങ്ങളുടെ തിയറിയാണെന്നേ. അദ്ദേഹം പോയത് കള്ളപ്പണം വിതരണം ചെയ്യാനാണ്. ആ ചെറിയ സമയത്തിനുള്ളിൽ കള്ളപ്പണം വിതരണം ചെയ്യാനോ കൊണ്ടുപോയി കൊടുക്കാനോ പോയതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, ഇതിന്റെ സ്രോതസ് എവിടെയാ? നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു ധർമ്മരാജൻ കൊടുത്തു 4 കോടി ഷാഫിക്ക് എന്ന്. അതാണോ നിങ്ങളുടെ പൈസ? നിങ്ങൾ എന്തിനാണ് ഈ കോൺഗ്രസ്സുകാർ കള്ളപ്പണം കൊടുക്കുന്നത്? ധർമ്മരാജനൊക്കെ, ധർമ്മരാജൻ RSS പ്രവർത്തനാണല്ലോ. അല്ല, കള്ളപ്പണം പിടിച്ചിട്ട് വേണ്ട ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് പറയാം. ഞാനിപ്പോ അതിലേക്കൊന്നും ഞാൻ നമ്മുടെ മുമ്പിൽ ഒരേ ഒരു സൂചന, അത് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിനും കള്ളപ്പണം കൊണ്ടുവന്നു എന്ന്, അത് എവിടെ നിന്ന് വരുന്നു എന്നുള്ള ഒരേ ഒരു സൂചന കെ സുരേന്ദ്രന്റെ ആ വാദമാണ്. ധർമ്മരാജൻ കൊടുത്താണെന്ന് വേറെ ഒരു സൂചന നമ്മുടെ മുമ്പിലില്ല. ഞാൻ പറഞ്ഞല്ലോ, കള്ളപ്പണം എവിടുന്ന് കിട്ടി എന്നുള്ളത് എന്റെ വിഷയമല്ല. അത് അന്വേഷിക്കേണ്ട പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്ന്. എന്റെ ടേക്ക് അതല്ല, എന്റെ വാദം അതല്ല, ഞാൻ പറയുന്ന കാര്യം അതല്ല. എന്തുകൊണ്ട് LDF ഇതിന് ഇപ്പൊ തന്നെ ഒന്ന് നോക്കും. ഇന്ന് കൃഷ്ണദാസിന്റെ നിലപാടെന്താ? CPMലെ ഒരു വിഭാഗം കൃത്യമായിട്ട് കോൺഗ്രസിന്റെ കൂടാണ്, UDFന്റെ കൂടാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളികൾക്കും കൂടെ നിൽക്കുക. കൃത്യമായ ഡീല് പാലക്കാട് CPM അങ്ങനെ കൂടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ട് എന്തിനാണ് ഈ VV രാജേഷ് ഒക്കെ AR റഹീമിന്റെ കൂടെ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു? അവർ ഒരുമിച്ചായിരുന്നല്ലോ. അതെ, കോൺഗ്രസിന്റെ വിഭാഗം അല്ല, ഇടതുപക്ഷത്തിന്റെ വിഭാഗം ഇന്ന് പുറത്തു വന്നില്ലെന്നേ. നിങ്ങൾ കൃഷ്ണദാസിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടാവാം. CPMന്റെ പാലക്കാട്ടെ നേതാക്കന്മാർക്ക് ഈ കാര്യത്തിലുള്ള അഭിപ്രായം എന്താ? ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ അഭിപ്രായം എന്താ? ഇതാണ് CPMന്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി പരാതി കൊടുത്തല്ലോ. ജില്ലാ സെക്രട്ടറി രേഖാമൂലം പരാതി കൊടുത്തു. ഇത് 4 വരെ, ഈ മണിക്കൂർ വരെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു FIR പോലും ഇട്ടിട്ടില്ല. എന്ത് ഭരിക്കുന്ന ഗവൺമെന്റിന്, മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന് ഒരു FIR ഇടാൻ സാധിക്കില്ലേ? FIR ഷാജി രാഘവൻ, പിണറായി അല്ല ഇപ്പോൾ പാലക്കാട്ടെയും ചേലക്കരയും പോലീസാണ് ഭരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അല്ല, ഞാനതുകൊണ്ടാ ചോദിച്ചത്, താങ്കൾ കരുതുന്നുണ്ടോ ഈ തരത്തിലുള്ളൊരു ഒരു കള്ളപ്പണം ഇത് നടന്നാൽ അതിന് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഓർഡർ വേണോ, അനുവാദം വേണോ ഇത് അന്വേഷിക്കാൻ? ഞാൻ ചോദിച്ചു, അങ്ങനെ പിന്നെ ഇവരെങ്ങനെയാ KPM ഹോട്ടലിൽ എത്തിയത്? ആരുടെ ഉത്തരവും പ്രകാരം ഷാജി? നിങ്ങളുടെ VV രാജേഷ് ഒക്കെ എങ്ങനെ എത്തി? നിങ്ങൾക്ക് ആരാ വിവരം നൽകിയത്? ഞങ്ങൾക്ക് നിങ്ങളെ പോലുള്ള ചാനലിൽ നിന്നാണ് കിട്ടുന്നത്. CPMനും പോലീസിനും വിവരം കൊടുത്തത് കോൺഗ്രസ് നേതാക്കന്മാരാണെന്നുള്ളത് CPMന്റെ നേതാക്കന്മാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വിവരം കിട്ടിയത് നിങ്ങളെ പോലുള്ള ചാനൽ. ഞാൻ പാലക്കാട്ടുണ്ടായിരുന്ന ആളാണ്, തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തന ഭാഗമായിട്ട് ഞാൻ പാലക്കാട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് വിവരം കിട്ടി, ഞങ്ങൾ എടുത്തിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് നിങ്ങളെ പോലുള്ള TV ചാനലുകളിൽ നിന്നാണ് വലിയ തോതിൽ അവിടെ കള്ളപ്പണ ഇടപാട് നടക്കുന്നു, അവിടെ വലിയ ബഹളം നടക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സാമാന്യ രീതിയിൽ ഇടപെടാൻ ആ ബാധ്യതയെ ഞങ്ങൾ ഇവിടെ നിറവേറ്റിയിട്ടുള്ളൂ. എന്തുകൊണ്ട് ഈ BJP വിഷയത്തിൽ വലിച്ചഴയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി CPMനും കോൺഗ്രസിനും ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ പാലക്കാട് ഇത്തവണയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് CPM എടുത്തിരിക്കുന്നത്. അങ്ങനെ അവർക്ക് അജണ്ടയുണ്ട്, പരസ്പരം സഹായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള കൊടകര കള്ളപ്പണ കേസ് മാത്രം പറഞ്ഞാൽ പോരെ? എന്തിനാണ് CPMകാർ കോൺഗ്രസിന് കള്ളപ്പണം ഉണ്ടെന്ന് പറയുന്നത്? അല്ല, കോൺഗ്രസിൽ നിന്നല്ലേ വാർത്ത ചോർത്തി കൊടുത്തേ? CPMന് വാർത്ത ചോർത്തി കൊടുക്കുന്ന കോൺഗ്രസ് ആണ്.
കോൺഗ്രസിന്റെ അത് ഞാൻ പറഞ്ഞതല്ല, CPM-ന്റെ പാലക്കാട്ടെ നേതാക്കന്മാർ 7-ാം തീയതി നിങ്ങളുടെ ചാനലിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ഈ വിവരം തന്നത് സരിൻ പറഞ്ഞതിനെ കുറിച്ചാണ്, LDF സ്ഥാനാർത്ഥി പറഞ്ഞതിനെ കുറിച്ചാണെങ്കിൽ ഷാജി അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ ഇതൊരു തെറ്റായ ടിപ്പ് ഓഫ്, അവിടെ കള്ളപ്പണം വന്നു തെറ്റായ വിവരം കൊടുത്ത് BJP-യും CPM-നെയും അവിടെ എത്തിച്ച് നിങ്ങൾ ഒരുമിച്ചാണ് എന്ന് കാണിക്കാനുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ എന്ന് അന്വേഷിക്കണം എന്നാണ് സരിൻ പറഞ്ഞത്. ഇനി അങ്ങനെ നിങ്ങളെ പറ്റിച്ചാണെങ്കിലോ? സരിൻ അത് പറയുമ്പോ സരിനോട് ചോദിച്ചാൽ അറിയാം കൃത്യമായി. കഴിഞ്ഞ പ്രാവശ്യം ശ്രീ ഷാഫി പറമ്പിൽ ജയിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്തായിരുന്നുള്ളത് സരിന് അറിയാമല്ലോ. അവിടെ ആരൊക്കെ തമ്മിലാ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടിയിലുണ്ടായിട്ടുള്ളത്? CPM-ന് അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രസക്തിയാവുള്ളത്? കഴിഞ്ഞ തവണ കഷ്ടിച്ച് 3000 വോട്ടിനല്ലേ ജയിച്ച് കോൺഗ്രസ് കയറിയത്. ഇത്തവണ BJP അവിടെ ജയിക്കും. എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ BJP പ്രവർത്തിക്കുന്നുണ്ട്. ഷാജി രാഘവൻ, ആ പ്രവർത്തനം കണ്ട് ഭയപ്പെട്ടിട്ടാണ് ഒരേ ഒരു സംശയം എന്നാണ് ഷാജി രാഘവൻ, കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ കള്ളപ്പണമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും പോലീസും എല്ലാം രാജ്യം മുഴുവൻ വേട്ടയാടി അവരെ തുറുകിലടയ്ക്കുന്നുണ്ട്. അവരുടെ വലിയ നേതാക്കൾ പോലും അതിൽ നിന്ന് മുക്തരല്ല. എന്നിട്ട് ഈ ഷാഫി പറമ്പിൽ പോലുള്ള ഒരു ചെറുമീൻ, കേരളത്തിൽ നിന്നുള്ളൊരു MP മാത്രമായ ഒരാൾ, അയാൾ ഇവിടെ കള്ളപ്പണം കൊണ്ടുവന്നിട്ട് BJP-യുടെ കേന്ദ്ര സർക്കാർ അത് തടയാൻ കഴിയുന്നില്ല, കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ അതൊരു വലിയ അത്ഭുതമാണ്, മഹാത്ഭുതമാണ്. സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് തന്നെ അവിടെ ഒന്നും കണ്ടെത്തിയില്ല, കള്ളപ്പണം കണ്ടെത്തിയില്ല എന്നുള്ള നിലപാടെടുത്ത് നിന്നാൽ, ഭരിക്കുന്ന പാർട്ടി, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ആ നിലപാട് എടുത്ത് നിന്നാൽ ആർക്കതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുക? ഒരു കാര്യം കൊണ്ടുവന്നോട്ടെ എന്ന് CPM-ന് നിലപാടുണ്ടെങ്കിൽ CPM-നും ഉണ്ടായിരുന്നാ പോരെ, കൊടകരയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരെ, നിങ്ങൾക്ക് ഇതിനെ മാത്രം പറഞ്ഞാൽ പോരെ? അല്ല, CPM-ൽ 2 അഭിപ്രായം ഉണ്ടെന്ന് ഞാനതാ സൂചിപ്പിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ വിവരം കോൺഗ്രസിൽ നിന്ന് ടിപ്പ് കൊടുക്കുന്നത് ആരാ? കോൺഗ്രസിന്റെ തന്നെ പെട്ടവരാണ് CPM-ന് കൊടുക്കുന്നത്. ഇതേ CPM-ൽ 2 വിഭാഗമുണ്ട്. ആ വിഭാഗം കൃഷ്ണദാസിന്റെ വായിൽ കൂടെ നമ്മൾ പുറത്തു കണ്ടു. ഈ കൃഷ്ണദാസിന്റെ ആൾക്കാർ തന്നെയാണ് കൃത്യമായിട്ട് ഈ 2 MP-മാർക്ക് ഈ പറയുന്ന വാർത്ത ചോർത്തി കൊടുക്കുന്നത്, അവിടെ റെയ്ഡ് വരുന്നു എന്നുള്ളത്. അതിന്റെ ഫലമായിട്ടാണ് കള്ളപ്പണം, അവിടെ ഉണ്ടായിരുന്ന കള്ളപ്പണം കടത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, ഞങ്ങൾ പറയുന്നത് ശരിക്കും ഡീൽ ഇവർ തമ്മിലാണ്, ഇവരുടെ വിഭാഗീയതയാണ്, ഇവരുടെ പ്രശ്നങ്ങളാണ്, കോൺഗ്രസിലെ CPM-ലെയും പ്രശ്നങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ. ഇന്ന് നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ പകലൊക്കെ ചർച്ച ചെയ്തൊരു വിഷയം എന്താ? കൃഷ്ണദാസിന്റെയും CPM-ന്റെ ബാക്കി നേതാക്കന്മാരുടെ അവരുടെ 2 നിലപാടുകളെ പറ്റിയിട്ടില്ലേ നിങ്ങൾ ചർച്ച ചെയ്തത്? ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കള്ളപ്പണ വിഷയം പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളെ സംബന്ധിച്ച് അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അത് പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ 2 മുന്നണികളും ഈ പെട്ടി, നീലപ്പെട്ടിയാണോ പച്ചപ്പെട്ടിയിൽ മാത്രം കറങ്ങി നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ നിന്ന് ഇവരെ ഒളിച്ചോടുന്നു എന്നുള്ളത് കൊണ്ടാണ്. താങ്കളൊരു ചോദ്യം അനിൽ ബോസിന്റെ അടുത്ത് ചോദിച്ചല്ലോ, ഇല്ലേ? ഇന്ന് നമുക്കറിയാം, ഒരു 500-600 കുടുംബങ്ങൾ മുനമ്പത്ത് വലിയ സമരത്തിലാണ്. അതിനെപ്പറ്റി ശ്രീ അനിൽ ബോസ് ഇന്ന് ഒരു വൈദികൻ, നമ്മുടെ മാർ റാഫേൽ തട്ടിൽ പിതാവ്, അദ്ദേഹം ഞങ്ങളൊക്കെ ലോഹ കളയണോ എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പറയാൻ കാര്യം എന്താണെന്നറിയോ? സംസ്ഥാനത്തിന്റെ വഖഫ് ബോർഡ് മന്ത്രി പറഞ്ഞിരിക്കുന്നു, ക്രിസ്ത്യൻ പുരോഹിതന്മാർ വർഗീയത കളിക്കുന്നു, വർഗീയം പറയുന്നു എന്നാണ്. ഇത് കേരളം ചർച്ച ചെയ്യണ്ടേ? ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണ്ടേ? ഇതെന്താ ഈ ആർജവം? ഈ തരത്തില് മന്ത്രിക്കായാലും ശരി, വഖഫ് ബോർഡ് മന്ത്രിക്കായാലും ഇത് പറയാനുള്ള ആർജവം എവിടുന്ന് കിട്ടി? നിങ്ങൾ ഒരുമിച്ച് നിയമസഭയെ പാസ്സാക്കിയ ഒരു വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിങ്ങൾ പാസ്സാക്കിയ ഒരു പ്രമേയമല്ലേ ഇത്? നിങ്ങൾ എന്തേ ഇവര് മറന്നുപോയി? മുനമ്പത്തെ പാവങ്ങളെ നിങ്ങൾ എന്തേ മറന്നു? ഇന്ന് പാലക്കാട് വിഷയമുണ്ട്. ആ പാലക്കാട് അഗ്രഹാരത്തില്, പ്രത്യേകിച്ച് കൽപ്പാത്തിയിലും നൂറണിയിലുമുള്ള തമിഴ് ബ്രാഹ്മണന്മാര്, അവരുടെ വസ്തുവകകളില് ഈ വഖഫ് ബോർഡിന്റെ ക്ലെയിം വരാൻ പോവുകയാണ്. നിങ്ങൾ പറയുന്നുണ്ട്. ആരാണ് ക്ലെയിം ചെയ്തത് ഷാജി രാഘവൻ? നൂറണിയിലെയും കൽപ്പാത്തിയിലെയും ഭൂമി വഖഫ് ബോർഡിന്റേതാണെന്ന് ആരാണ് ക്ലെയിം ചെയ്തത്? നിങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. അല്ല, ഇല്ലേ? താങ്കൾക്ക് അത് വഖഫ് ഭൂമിയാണ് ക്ലെയിം ചെയ്തത് ആരാണ്? BJP അല്ലാതെ. വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആരാ ക്ലെയിം ചെയ്യേണ്ടത്? അതല്ല, കൽപ്പാത്തിയിലെയും നൂറണിയിലെയും ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് ക്ലെയിം ചെയ്തത് ആരാണ് ഷാജി? ക്ലെയിം ചെയ്തിട്ടുള്ളത് ആരാണോ മുനമ്പത്ത് ക്ലെയിം ചെയ്തിട്ടുള്ളത് അതേ ആൾക്കാർ തന്നെയാണ്. അല്ല, എന്തെങ്കിലും മുനമ്പത്ത് ഹൈക്കോടതിയിൽ കേസിന് പോയ ഹർജിക്കാർ ആരെങ്കിലും കൽപ്പാത്തിയിലെയും നൂറണിയിലെയും ഭൂമി വഖഫ് ഭൂമിയാണെന്ന് ക്ലെയിം ചെയ്ത ഒരു രേഖ കാണിക്കാമോ? അജിംസ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളുടെയും എന്റെയും ഉൾപ്പെടെ ഈ രാജ്യത്തെ ആരുടെയും ഭൂമി ഏത് നിമിഷവും ഇന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ട്. അങ്ങനെ ക്ലെയിം ചെയ്താൽ വിട്ടുകൊടുക്കാൻ ഇവിടെ കോടതിയൊന്നുമില്ലേ? അങ്ങനെ ആരെങ്കിലും ക്ലെയിം ചെയ്താൽ വിട്ടുകൊടുക്കാൻ ഭരണകൂടമല്ലേ? കോടതിയില്ലേ? വഖഫ് ട്രൈബ്യൂണൽ ഇല്ലേ? ഹൈക്കോടതി ഇല്ലേ?
അജിംസ ഇത് ശരിയല്ല. ഈ നൂറണിയും കൽപ്പാത്തിയും ക്ലെയിം ചെയ്തത് ആരാണ്? അങ്ങനെ ആരാണ് ഈ നൂറണിയും കൽപ്പാത്തിയും വഖഫ് ഭൂമിയാണെന്ന് ക്ലെയിം ചെയ്തത് ആരാണ്? ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഒരാളും ക്ലെയിം ചെയ്യാത്തൊരു കാര്യം ക്ലെയിം ചെയ്തു ആരാണ് ക്ലെയിം ചെയ്തത്? നിങ്ങൾ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്, കഴിഞ്ഞ 3 ദിവസമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ന് ബി ഗോപാലകൃഷ്ണൻ വയനാട്ടിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട്. സുരേഷ് ഗോപി പറയുന്നുണ്ട്. ഇത് ആരാണ് ക്ലെയിം ചെയ്തത്? ഷാജി രാഘവൻ ഒന്ന് പറയൂ. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നവരല്ലേ നിങ്ങൾ? അതെ, കളിച്ചോട്ടെ. ആരാണ് ക്ലെയിം ചെയ്തെന്ന് പറയും ഷാജി രാഘവൻ. കൽപ്പാത്തിയിലെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് ക്ലെയിം ചെയ്തത് ആരാണ്? വഖഫ് ബോർഡിന്റെ ഭൂമിയാണ് കൽപ്പാത്തി അടക്കമുള്ള അജിംസ് ചോദിച്ചതിന് മറുപടി പറയട്ടെ. ബിജെപിയുടെ പ്രതിനിധി ആരാണ് ഡിമാൻഡ് ചെയ്തത്? ഷാജി രാഘവൻ പറയും. അജിംസ് ചോദിച്ചതിന് മറുപടി പറയട്ടെ. ബിജെപിയുടെ പ്രതിനിധി ആരാ ക്ലെയിം ചെയ്ത്? ഒരു നിമിഷം ഷാജി രാഘവൻ ഷാജി രാഘവൻ ഈ വഖഫ് ഭൂമി ക്ലെയിം അത് കൽപ്പാത്തിയിലെ ഭൂമി വഖഫാണ് മറുപടി പറയട്ടെ. ആളുകളെ തമ്മിലടിപ്പിക്കുന്ന ചോര കുടിക്കുന്ന പണിയാണ് കാണിക്കുന്നത്. ശരി, അനിൽ ബോസ് അങ്ങ് പറഞ്ഞു ഈ വാരാണസിയിൽ മോദിക്ക് വോട്ട് കുറഞ്ഞതും അയോധ്യയിൽ BJP തോറ്റതുമൊക്കെ ഓക്കെ. അതിനുശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പ് നടന്നു ഹരിയാനയിൽ. അവിടെ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ഇനി മറ്റൊരു കാര്യം, BJP ചിത്രത്തിലില്ല എന്ന് പറയുമ്പോൾ RSS മണ്ണിലിറങ്ങി പണിയെടുത്ത് അവിടുത്തെ മനുഷ്യരോട് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഷാജി രാഘവൻ പറഞ്ഞത്. നിങ്ങൾ അതേക്കുറിച്ച് ഇഗ്നോറൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അവഗണിക്കുകയാണ്. അതിൻ്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അല്ല, അതിലേക്കൊക്കെ വരാം. മീഡിയ വൺ എന്താ ഉദ്ദേശിക്കുന്നത്? ഇല്ലാത്തൊരു പ്രചരണത്തിന് പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കേണ്ടവരാണോ നിങ്ങൾ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ പ്ലാറ്റ്ഫോം ഒരിക്കലില്ല, അതവിടെ പറയുന്നുണ്ട് അനിൽ ബോസ്. ഇത് അവിടെ അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. അല്ല, അജിംസെ ഒരു സെക്കൻഡ്, അദ്ദേഹത്തോട് നിങ്ങൾ പലവട്ടം ചോദിച്ചല്ലോ, ആരാണ് നൂറണിയിലെ ഭൂമി അഗ്രഹാരവുമായി ബന്ധപ്പെട്ട് കൽപ്പാത്തിയിലെ ഭൂമി ഡിമാൻഡ് ചെയ്യുന്ന ചോദിച്ചു ഉത്തരവുണ്ടോ? ഇല്ലാത്ത പ്രപ്പകണ്ട പച്ചക്കള്ളമാണ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി പറയുന്നതിന് ഇതിൽ പരം എന്ത് സാക്ഷ്യപത്രമാണ് വേണ്ടത്? ഇതിൽ പരം എന്ത് സാക്ഷ്യപത്രമാണ് വേണ്ടത്? ഇവിടെ നിങ്ങൾ ഒരു കാര്യം കേട്ടോ, ഈ ചർച്ച തന്നെ എടുക്കുക, പുറത്തുള്ള വീട്, നമ്മുടെ ഇന്നത്തെ ഈ ഡിബേറ്റ് എടുക്കൂ. ഈ ഡിബേറ്റിൽ CPMന്റെ നിലപാടെന്താ? പെട്ടി വിഷയം ചർച്ച ചെയ്യണോ വേണ്ടയോ? അതിൽ കൃഷ്ണദാസിന്റെ അഭിപ്രായമാണോ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധിക്കുള്ളത്? MV ഗോവിന്ദന്റെ അഭിപ്രായമാണോ? സുരേഷ് ബാബുവിന്റെ അഭിപ്രായമാണോ? സരിന്റെ അഭിപ്രായമാണോ? AK ബാലന്റെ അഭിപ്രായമാണോ? എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഇവർ ഏത് വിഷയത്തിലാണ് നിൽക്കുന്നത്? CPM പറയുന്നു ഷാഫി ആസൂത്രണം ചെയ്ത നാടകമാണിത്. BJPയുടെ പ്രതിനിധിയും പറയുന്നു ഷാഫി ആസൂത്രണം ചെയ്ത നാടകമാണ്. ഷാഫി ആസൂത്രണം ചെയ്യുമ്പോൾ അതിന് നിന്നു കൊടുക്കേണ്ട ഒരാളാണോ VV രാജേഷ് എന്ന് പറയുന്ന BJP നേതാവും അവിടുത്തെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും? ഷാഫിയുടെ കൈവെള്ളയിൽ ആടിക്കളിക്കുന്ന കുഞ്ഞിരാമന്മാരാണോ? അല്ല, ഒരു സെക്കൻഡ്, നിങ്ങൾ ഞാൻ പറയുന്ന കേട്ടിട്ട് മറുപടി പറഞ്ഞു. എന്താണ് ഞാൻ പറയുന്നതെന്ന് കേൾക്കൂ. ഞാൻ ചോദിക്കുന്നത്, ഷാഫിയാണ് അല്ലെ ഷാഫിയോടൊപ്പമുള്ളവരാണ് ഇതെങ്കിൽ അവർ പിന്നെ തട്ടുന്ന താളത്തിനൊപ്പം തുള്ളാനുള്ളവരാണോ? MB രാജേഷ് എന്ന് പറയുന്ന മന്ത്രി ആണോ? A റഹീം എന്ന് പറയുന്ന DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഷാഫിയുടെ കയ്യിലെ കളിപ്പാവയാണോ? VV രാജേഷും കൃഷ്ണകുമാറും ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ജ്യോതികുമാർ ചാമക്കാലയുടെ ഒക്കെ കയ്യിലെ കളിപ്പാവയാണോ? എന്താ നിങ്ങൾ പറയുന്നത്? എന്ത് ഒന്നുകിൽ നിങ്ങൾ പറയണം അവിടെ കള്ളപ്പണമുണ്ട്, അത് അന്വേഷിക്കുന്ന ആഭ്യന്തര വകുപ്പ് അത് കണ്ടെത്താനുള്ള നടപടി സ്വീകരിച്ച് FIR ഇട്ടു എന്ന് പറയണം. നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് പറയാൻ കഴിയില്ല? സംഭവ സ്ഥലത്ത് നിയമപരമായ ചട്ടങ്ങൾ പാലിക്കാതെയാണെങ്കിൽ പോലും അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ASP വളരെ കൃത്യമായി എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് അടിസ്ഥാനരഹിതമായ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ആദ്യം അവർ പറഞ്ഞ റൊട്ടീൻ ചർച്ചയാണെന്നാണ് അവർ എഴുതി കൊടുത്തിരിക്കുന്നത്. അന്വേഷണത്തിൽ ഇത്തരം ഒരു കാര്യവും തെളിയിക്കപ്പെട്ടിട്ടില്ല. വളരെ കൃത്യമാണെന്നേ. നിയമം പാലിക്കണം. ഇലക്ഷൻ കമ്മീഷന്റെ റിട്ടേണിംഗ് ഓഫീസറെ അറിയണം. ഇത്തരം ഒരു സാഹചര്യത്തിൽ റൈഡിന് പോകുമ്പോൾ അത് കളക്ടർ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അറിയണം. പോലീസ് സംവിധാനങ്ങൾ അറിയണം. ഒരു മുറി റൈഡ് ചെയ്യുമ്പോൾ സ്ത്രീകൾ താമസിക്കുന്ന ഇടമാണെങ്കിൽ അതും പ്രത്യേകിച്ച് അർദ്ധരാത്രിയിലാകുമ്പോൾ വനിതകൾ ഉണ്ടാവണം. അത് ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനും ആക്ടും ഒക്കെ അതിനുവേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അത് ലംഘിക്കുമ്പോൾ അത് ആളുകൾ ചോദ്യം ചെയ്യും. ഷാനിമോൾ അത് ചോദ്യം ചെയ്തു, മറ്റുള്ളവർ ചോദ്യം ചെയ്തു. അവിടെ ഞാൻ ചോദിക്കുന്നത്, BJP പ്രതിനിധികളായിട്ടുള്ള വനിതകളുടെ മുറിയിൽ കയറി ചെല്ലുമ്പോൾ വനിതാ പോലീസ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവർ മടങ്ങിപ്പോയല്ലോ സോറി പറഞ്ഞിട്ട്. എന്താ നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? BJPക്കാർക്ക് എന്താ അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ? BJPയുടെ വനിതാ നേതാക്കളുടെ പ്രതികരണത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? അപ്പം നമ്മൾ ഇല്ലാത്തൊരു വിഷയമുണ്ടാക്കി പ്രൊപ്പഗണ്ട. ഞാൻ എന്തുകൊണ്ടാണ് BJPക്ക് പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞത്? BJPക്ക് പ്രസക്തി ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി CPM ഉം BJPയും ഒരുമിച്ചാണ്.
ഇവിടെ പറഞ്ഞല്ലോ, ഇല്ലാത്ത പണത്തിന്റെ പേരിൽ ഉണ്ടെന്ന ഒരു പ്രപ്പഗണ്ട സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിന്റെ പോലീസിൽ ഏറ്റവും ഉന്നതനായ മേധാവി DGP, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഈ ഗവൺമെന്റ് കയ്യിൽ ഇരിക്കുകയല്ലേ. ഏതാണ്ട് 41 കോടി 40 ലക്ഷം രൂപ കുഴൽപ്പണം ചാക്കിൽ കടത്തിക്കൊണ്ടുവന്ന സുരേന്ദ്രനെതിരെയുള്ള റിപ്പോർട്ട് വിടിയിരിക്കല്ലേ, BJPക്കെതിരെയുള്ള റിപ്പോർട്ട് വിടിയിരിക്കല്ലേ. എത്ര കാലമായി അതിനു മുകളിൽ ED അടയിരിക്കാൻ തുടങ്ങിയിട്ട്, കേരള പോലീസ് അടയിരിക്കാൻ തുടങ്ങിയിട്ട് പുനരന്വേഷണം വേണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തത് കേരളത്തിലെ പോലീസല്ലേ. ആ കുഴൽപ്പണം കടത്തിയ 41 കോടിക്ക് മുകളിൽ വരുന്ന തുക കടത്തിയെന്ന് കേരളത്തിലെ പോലീസിന്റെ വ്യക്തമായ റിപ്പോർട്ടിരിക്കെ അതിലെ പ്രതിയായി കേരളം സംശയിക്കുന്ന പോലീസ് റിപ്പോർട്ടിൽ ആക്ഷേപിക്കപ്പെടുന്ന ശ്രീ K. സുരേന്ദ്രനെതിരെ ഈ CPM-ന് എന്താ നടപടി? CPM നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന് എന്താണ് ചെയ്യാനുള്ളത്? എന്ത് നടപടിയാണ് അവർ സ്വീകരിച്ചത്? പറയുന്നേ, പിടിക്കപ്പെട്ട പണത്തെക്കുറിച്ച് നടപടിയെടുക്കാൻ കഴിയാത്ത ആളുകൾ ഇല്ലാത്തൊരു പണത്തിന്റെ പേരിൽ ആക്ഷേപമുണ്ടാക്കി പ്രചരണം നടത്തൂ. ഒന്നുകിൽ നിങ്ങൾ പറയണം അവിടെ കള്ളപ്പണം കൊണ്ടുവന്നു, ഞങ്ങളുടെ പോലീസ് അത് പിടിച്ചു എന്ന് പറയണം, അല്ലെങ്കിൽ പറയണം ഷാഫിയുടെ നാടകമാണെന്ന് പറയും. ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഉറച്ചു നിൽക്ക്. പെട്ടി ചർച്ച ചെയ്യുന്നു അല്ലെ ചർച്ച ചെയ്യുന്നില്ല, അതിലൊരു ഭാഗത്ത് നിങ്ങൾ ഉറച്ചു നിൽക്ക്. ഞങ്ങൾ ഇവിടെ പാവപ്പെട്ട പാലക്കാട്ടെ നെൽ കർഷകരുടെ നെല്ല് സംഭരിക്കാത്ത വിഷയം ചർച്ച ചെയ്യുന്നു. നിങ്ങളെ അക്കാര്യത്തിൽ CPM സഹായിച്ചു എന്നാണ് BJPയുടെ ആരോപണം. ആ കള്ളപ്പണം പിടിക്കാതിരിക്കാൻ CPM നിങ്ങളെ സഹായിച്ചു, പോലീസ് ഒത്തുകളിച്ചു എന്നാണ് അവരുടെ ആരോപണം. ശരിയല്ല. ഒരു സെക്കൻഡ്, നിങ്ങൾ ശരിയല്ല. ഞാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ വരുമ്പോൾ നിങ്ങൾ എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? കർഷകർ, കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട്, എന്റെ നാട് കുട്ടനാട്, ആലപ്പുഴയാണ്. നിങ്ങൾക്കറിയാലോ, ഞാനും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ആളാ. നിങ്ങളൊന്ന് വയലേലകളിൽ പോയി നോക്കിയേ, സംഭരിക്കാൻ കഴിയാത്ത നെല്ലുകൾ കെട്ടിക്കിടക്കുന്നു. നെല്ല് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് ഇതുവരെ പണം കിട്ടിയിട്ടില്ല. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 28 രൂപ 32 പൈസ കൈകാര്യ ചെലവടക്കം അപര്യാപ്തമാണ് എന്നിരിക്കെ ആ പണം പോലും കൊടുത്തിട്ടില്ല. ഇനി അഥവാ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പേരിൽ തന്റെ ഉൽപ്പന്നത്തിന് വായ്പയായിട്ടാണ് പണം കൊടുത്തിരിക്കുന്നത്. അതിന്റെ പലിശ സഹിതം അവനിൽ നിന്ന് ഈടാക്കേണ്ട സ്ഥിതിയാണ് ഒരു കർഷകൻ. നെട്ടോട്ടമോടുകയാണ് ജീവിക്കാൻ. അത് ചർച്ച ചെയ്യിക്കരുത്. ഇവര് പെൻഷൻ കിട്ടാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ഈ ഒരു മുഖ്യമന്ത്രിയും കുടുംബവും ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന CPM-കാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വൻ കൊള്ളകളുടെ കഥകൾ ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. എന്നേ ഞാൻ ചോദിക്കട്ടെ, ഇവർ പറഞ്ഞല്ലോ ഞങ്ങളുടെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം. CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഐകകണ്ഠേന സ്ഥാനാർത്ഥിയാക്കിയത് ഇമ്പിച്ചി ബാവ എന്ന് പറയുന്ന CPM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പോപ്പുലറായ നേതാവിന്റെ മരുമകളായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ അല്ലേ? എന്തിനാ ബിനുമോൾ നോമിനേഷൻ കൊടുത്തത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ അവിടെ ഡെമ്മിയായിട്ട് ഞങ്ങൾ VK ശ്രീകണ്ഠനെ കൊണ്ട് നോമിനേഷൻ കൊടുപ്പിക്കുവോ? രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കൊണ്ടുപോയി ഞങ്ങൾ AK ആന്റണിയെ ഡെമ്പിയായിട്ട് കൊടുക്കുവോ? എന്താ നിങ്ങൾ പറയുന്നത്? ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരുടെ പട്ടിക നോക്കുമ്പോൾ ബിനുമോൾ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റവും പോർട്ട്ഫോളിയോയിൽ മുന്നിൽ നിൽക്കുന്ന CPM-ന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഏറ്റവും പോപ്പുലറായ ഒരു നേതാവ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക പാർട്ടി തീരുമാനപ്രകാരം സമർപ്പിച്ചിരിക്കുന്നു. ഡെമ്മിയാണ് പോലും. ആരുടെ ഡെമ്മി? അനുദിനം അവസരവാദ സമീപനം സ്വീകരിക്കുന്ന ഓന്തിനെ പോലെ പെരുമാറുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ഡെമ്മിയാകാൻ മാത്രം യോഗ്യതയുള്ളോ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്? അങ്ങനെയാണോ CPM വിലയിരുത്തുന്നത്? ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പൊറാട്ട് നാടകം ജനം കണ്ടുകൊണ്ടിരിക്കുക. ജനം മടുത്തു, ജനത്തിന് സഹികെട്ടു. എന്തിന് കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഇടതുപക്ഷ മുന്നണിക്കാർക്ക് സഹികെട്ടെന്നേ. ആ സഹികെട്ടതിന്റെ പ്രതിഫലനം ഞാനിവിടെ ഈ ചർച്ചയിൽ ചിരിച്ചുകൊണ്ടാണല്ലോ ഇതിനു മുമ്പ് ഇരുന്നത്. ഇപ്പോഴും ചിരിക്കാൻ കഴിയുന്ന ആവേശം എനിക്കുണ്ടാകുന്നുണ്ടെങ്കിൽ, ആർജവത്തോടു കൂടി ഈ ചർച്ചയിൽ ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഞാൻ അടിവരയിട്ട് പറയുന്നു, 10,000-ന് മുകളിലാണ് ജയിക്കുന്നതെങ്കിൽ അത് 20,000 കടന്നാൽ അത്ഭുതപ്പെടേണ്ട. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിരിക്കും, ചേലക്കരയിൽ രമ്യ ഹരിദാസ് MLA ആയിരിക്കും. വയനാട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ശരി. വയനാട് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? പ്രിയങ്കാ ഗാന്ധി MP ആവുമെന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ശ്രീ റിയാസുദ്ദീൻ, ഈ പുകമറ, ഈ പെട്ടി കഥകളിൽ മൊത്തം ആകെ എന്താണ് എവിഡന്റ് ആയിട്ടുള്ള ഒരൊറ്റ പ്രസ്താവന ഉള്ളൂ. നമുക്കൊരു ലീഡ് എന്ന് പറയാവുന്ന ഒറ്റ പ്രസ്താവന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള, അതായത് ധർമ്മരാജൻ കൊണ്ടുവന്ന കോടികളിൽ നിന്ന് 4 കോടി ഷാഫിക്ക് കൊടുത്തു. അതാണ് നമുക്ക് ആകെ ലീഡുള്ളത്. ബാക്കിയെല്ലാം പുകയാണ്. ഒരു പെട്ടിയുണ്ട്, പണമില്ല. ഇത് നിങ്ങളുടെ നേതാക്കൾ തന്നെ പലവട്ടം റീകോട്ട് ചെയ്യുന്നത് കണ്ടു. ഇങ്ങനെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്വേഷിക്കണമല്ലോ എന്ന് ഈ വിവാദത്തിനിടയ്ക്ക് പറയുന്നത് കേട്ടു. നിങ്ങൾക്ക് ആകെ പറയാനുള്ളതാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ റിയാസുദ്ദീൻ, നിങ്ങൾക്ക് ആകെ പറയാനുള്ളതാണ്. ഏത് കൊടകര കള്ളപ്പണ കേസിൽ ഇത് BJPക്ക് കൊണ്ടുവന്ന പണമാണ്. 41 കോടി രൂപ ഒറ്റ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നതായിട്ട് വിവരമുണ്ട്, മൊഴികളുണ്ട് എന്നും EDക്ക് കത്ത് നൽകിയ
പാർട്ടി ആ 10 നൽകിയ പോലീസിനെ ഭരിക്കുന്ന പാർട്ടിയാണ് പറയുന്നത് അതിൽ 4 കോടി ഷാഫിക്ക് കൊടുത്തു. അത് നിങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അറപ്പുമില്ലാതെ അത് നിങ്ങൾ കോട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ആ കേസ് ED അന്വേഷിക്കുകയാണെങ്കിൽ പ്രതിസ്ഥാനത്ത് വരേണ്ട ആളാണ് അയാൾ, കെ സുരേന്ദ്രൻ. ഇവിടെ കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ പ്രതിനിധി അനിൽ ബോസ് പറഞ്ഞത് അദ്ദേഹം പങ്കെടുക്കുന്നത് എന്നാണ്. അദ്ദേഹത്തിന്റെ ആ ചിരി എന്തായാലും 23-ന് ഉച്ചക്കൊരു 12 വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ചിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല, പൊട്ടിക്കരയേണ്ടി വരും എന്ന് ഞാൻ ആദ്യമായിട്ട് പറയും. അല്ല, നമുക്ക് കാണാം. പാലക്കാട്ട് ഞാനുണ്ടാവും, താങ്കൾ ആലപ്പുഴയിൽ ഉണ്ടാവും. താങ്കളുടെ ചർച്ചയിൽ ഞാൻ ഇടപെട്ടില്ല, ഞാൻ പറയട്ടെ. അടുത്ത അവസരത്തിൽ പറയാം. ഇതെന്ത് മാന്യതയാണ്? ഇതെന്ത് രീതിയാണ്? ഇതെന്ത് രീതിയാണ് പറയുന്നത് മുഴുവൻ? അദ്ദേഹം പറഞ്ഞ ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ വരെ ഞാനിവിടെ ഇരുന്ന് കേട്ടതല്ലേ? മറുപടി പറയണ്ടേ? മറ്റൊന്ന്, പെട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമൊന്നും CPM-ലില്ല. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യമായി അത് ഇന്ന് പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പാലക്കാട്ട് ഈ പെട്ടിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്തേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, കൊടകര കള്ളപ്പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 41.40 കോടി രൂപ തൃശൂര് BJPയുടെ ഓഫീസിലേക്ക് എത്തിയെന്നും അവിടെ നിന്ന് പലതരത്തിൽ പങ്കുവെക്കപ്പെട്ട് പല വിഭാഗങ്ങളിലേക്ക് പോയെന്നും അതിൽ നിന്ന് 4 കോടി രൂപ ഷാഫി പറമ്പിലിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ടോ അല്ലാതെയും കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നും ആ 4 കോടിയിൽ വടകരയിൽ ചിലവഴിക്കപ്പെട്ടതിന്റെ ബാക്കി തുകയാവാം പാലക്കാട്ടേക്ക് വന്നത് എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി കേരളത്തിൽ കൊണ്ടുവന്നു എന്ന് ധർമ്മരാജന്റെ ധർമ്മരാജന്റെ മൊഴിയെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ പറയുന്നത്. ഇത് 2021 EDക്ക് കേരള പോലീസ് കൊടുത്തിട്ടുള്ള കത്താണ്. 2021 3 വർഷം കഴിഞ്ഞ് ഈ വിവരം ആർക്കും അറിയില്ല. അതിനുശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും CPM ഈ 41 കോടിയുടെ കഥ പറയുന്നില്ല. ഇപ്പോൾ ഈ കത്ത് പുറത്തു വരുന്നത് എവിടെയാണ്? ഒരു BJP-കാരൻ ആയ ഓഫീസ് സെക്രട്ടറി ഇത് വിളിച്ചു പറയുമ്പോഴാണ് ഈ കത്ത് പുറത്തു വരുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ തന്നെ പുറത്തുവിട്ടായിരിക്കും, ആരും പുറത്തുവിട്ടായിരിക്കാം. എൻ്റെ ക്വസ്റ്റ്യൻ, ആ 41 കോടിയുടെ കഥ 2001 മുതൽ 2024 വരെ മറച്ചുവെച്ച നിങ്ങൾ ആ കത്ത് പുറത്തു വന്നതിന് ശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു അതിൽ 4 കോടി ഞാൻ ഷാഫിക്ക് കൊടുത്തെന്ന് പറയുമ്പോൾ അത് ഓടിപ്പോയി ഓൺ ചെയ്യുന്നു. അതായത് BJPക്ക് എതിരായിട്ടുള്ള 41 കോടി നിങ്ങൾക്ക് മിണ്ടണ്ട ഇതുവരെ, പക്ഷേ ഈ 4 കോടി നിങ്ങൾ കോട്ട് ചെയ്യുന്നു. അവിടെയാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അല്ല ജംസ്, അതിലേക്ക് വരാം. കൊടകരയിൽ നിന്ന് വടകരയിലേക്ക് പോയ 4 കോടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഒരു കാര്യം പറയട്ടെ, എങ്കിൽ ഷാഫിക്ക് 4 കോടി കൊടുത്തു ധർമ്മരാജൻ എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞാൽ പോലീസ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി സുരേന്ദ്രന്റെ മൊഴിയെടുക്കും. ധർമ്മരാജൻ എന്തുകൊണ്ടാണ് ഈ 4 കോടി കൊടുത്ത കാര്യം മറച്ചു വെച്ചത്? റിയാസ്, ഈ 4 കോടി ഷാഫിക്ക് കൊടുത്ത കാര്യം അത് മാത്രമായിട്ട് മറച്ചു വയ്ക്കുന്നത് എന്തിനാണ്? ധർമ്മരാജൻ RSS-കാരനാണ്, BJPക്ക് വേണ്ടി പണം കൊണ്ടുവന്നാണ് നിങ്ങൾ പറയുന്നു. ഈ ഷാഫിക്ക് 4 കോടി കൊടുത്തെങ്കിൽ അതുകൂടി പോലീസിനോട് പറഞ്ഞെങ്കിൽ ഷാഫി പറഞ്ഞില്ലേ? കൃത്യമായി EDയുടെ മുന്നിലേക്ക്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിലേക്ക് ഈ കാര്യങ്ങൾ കൈമാറി ഇത്ര മാസമായിട്ട് ഞാൻ BJPയുടെ പ്രതിനിധി അവിടെ ഇരിക്കുന്നുണ്ട്. കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രിക്കെതിരെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് കേരളത്തിലെ മുഴുവൻ പെട്ടിക്കടകളിലും മത്തിക്കടകളിലും ഇനി ED കയറാത്ത ഒരു പെട്ടിക്കടയും കേരളത്തിലില്ല. ഞാൻ പറയട്ടെ, കേരളത്തിൽ BJPയുടെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര ഏജൻസികളെ കൃത്യമായി ദുരുപയോഗം ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത ഈ BJP EDയെ ഉപയോഗിച്ച്, CBIയെ ഉപയോഗിച്ച്, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തിനകത്തെ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും വേട്ടയാടിയ ആ ആർജവം, ആ താല്പര്യം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ കാണിക്കുന്നില്ല? സുരേന്ദ്രനെതിരായി കേരളത്തിലെ പോലീസ് കൃത്യമായി നോക്കൂ, കൊടകര വിഷയവുമായി ബന്ധപ്പെട്ട് നടപടികൾ പൂർത്തീകരിച്ച് EDക്ക് കൈമാറി. ഇത് കേരള പോലീസിന് അന്വേഷിക്കേണ്ട പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണോ?
കേരള പോലീസിന് അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തേണ്ട വിഷയങ്ങളാണോ? എന്തുകൊണ്ട് ആ വിഷയത്തിൽ ഇ.ഡി. തൊടുന്നില്ല? കോൺഗ്രസ് മിണ്ടുന്നില്ല? നിങ്ങൾ പറഞ്ഞില്ല എന്തുകൊണ്ട് കോൺഗ്രസ് ഈ ദിവസം വരെ കോൺഗ്രസ് എന്തുകൊണ്ട് മിണ്ടിയില്ല? അപ്പൊ ഇ.ഡി. ആ വിഷയത്തിൽ കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥ, മൗനം, ഇവിടെ ബി.ജെ.പിയുടെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നത് 2021 തന്നെ പോലീസ് കണ്ടെത്തി. ഒരു നിമിഷം റിയാസ്, 2021 41.4 കോടി രൂപ കേരളത്തിലെത്തിയെന്ന് പോലീസ് തന്നെ 2021 തന്നെ കണ്ടെത്തി. ഇതേ 2021 നടന്ന തെരഞ്ഞെടുപ്പുകളാണ് മഞ്ചേശ്വരവും ബത്തേരിയും. ഈ ബത്തേരിയിലും മഞ്ചേശ്വരത്തും ഈ കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മറ്റ് 2 കേസുകളുണ്ട്. ഈ പണം അവിടെ ഉപയോഗിച്ചു എങ്കിൽ, അങ്ങനെ ഉപയോഗിച്ച് അത് ലിങ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസെടുക്കാമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു കേസില്ല എപ്പോഴും. അല്ല, തുടരന്വേഷണത്തിൽ അതിന്റെ കൂടെ സാധ്യതകൾ സർക്കാർ പോലീസും അന്വേഷിക്കുന്നുണ്ട്. ഏത് 3 വർഷം തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കും. 3 വർഷം കഴിഞ്ഞിട്ട് വർഷം എത്രയായി? അല്ല, അതിന്റെ കൂടെ സാധ്യത. പക്ഷെ ഇവിടെ ബി ജെ പി ഭരിക്കുന്ന ഈ രാജ്യത്ത് ഷാഫിക്ക് 4 കോടി കൊടുത്തു എന്ന് നിങ്ങൾ കെ സുരേന്ദ്രൻ പറഞ്ഞത് വിശ്വസിക്കുന്നെങ്കിൽ ആക്രമിക്കുന്നതിന് വേണ്ടി ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച ഇ.ഡി.യെ എന്തുകൊണ്ട് ഇ.ഡി. ഈ വിഷയത്തിൽ തുടരന്വേഷണം, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് കൊടുത്ത കാര്യങ്ങളെല്ലാം ഇ.ഡിയുടെ കയ്യിലുണ്ട്. അന്വേഷിക്കട്ടെ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഷാഫി പറമ്പിലിന് നൽകിയ 4 കോടി ധർമ്മരാജൻ പറഞ്ഞത്, തിരൂർ സതീഷ് പറഞ്ഞത്, ബി.ജെ.പിയുടെ ഓഫീസിൽ വെച്ച് കൈമാറിപ്പോയ പണം ഉദുമയിലേക്കോ മഞ്ചേശ്വരത്തേക്കോ വടകരയിലേക്കോ പാലക്കാട്ടേക്കോ എവിടേക്കെല്ലാമാണ് വന്നത് എന്നതും അന്വേഷിക്കപ്പെടണം. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെയും ഞാൻ ഉറച്ചു നിൽക്കുന്നു, അന്വേഷിക്കപ്പെടേണ്ട എല്ലാ അർത്ഥത്തിലും ഈ പെട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന കുടൽപ്പണം, കള്ളപ്പണം ഉൾപ്പെടെ അന്വേഷിക്കുമ്പോഴും പാലക്കാട് മണ്ഡലത്തെ കഴിഞ്ഞ 13 വർഷമായി തുടർച്ചയായി പ്രതിനിധീകരിച്ച ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഈ MLA അല്ലെങ്കിൽ ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നും എടുത്തു പറയാനില്ല. വികസന മുരടിപ്പ്, ശോചനീയാവസ്ഥ, ഇവിടെ നിൽക്കുന്ന ടൗൺ ഹാളിന്റെ അവസ്ഥ നോക്കൂ. ഈ കേരളത്തിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഡിജിറ്റലൈസേഷൻ, ഇതെല്ലാം നിങ്ങളുടെ വാദമെങ്കിൽ ഇത് അവിടെ 8 വർഷം LDF സർക്കാരാണ് ഭരിച്ചത്. നിങ്ങളും വിചാരണ ചെയ്യപ്പെട്ടില്ലേ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഒപ്പം അതിന്റെ പൂർണ്ണമായ മെറിറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണം. കേരള പോലീസിൽ ഈ വിഷയത്തിൽ ചെയ്യേണ്ടതെല്ലാം, കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വന്ന ധർമ്മരാജന്റെയും തിരൂർ സതീഷിന്റെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ആ തുടരന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും. അതിനകത്ത് ഉൾപ്പെട്ട എല്ലാവരെയും, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ, പേരുകൾ പരാമർശിക്കപ്പെട്ട എല്ലാവരെയും അതിനകത്ത് അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യപ്പെടേണ്ടവരെ ചോദ്യം ചെയ്യും. അതിന്റെ പരിധിയിൽ, കേസ് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടവരെ കൊണ്ടുവരും. ആ വിഷയം കൃത്യമായ അതിന്റെ വെറുത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധിക്കും. ശരി, ശ്രീ ഷാജി രാഘവൻ, ഇവിടെ ഈ ഷാഫിക്ക് 4 കോടി കൊടുത്തു എന്ന് സുരേന്ദ്രൻ പറയുന്നത് സത്യമാണെങ്കിൽ സുരേന്ദ്രന്റെ മൊഴിയെടുക്കണം. സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് ആദ്യം ഇത് പറയാഞ്ഞത്? കോൺഗ്രസിനെ സംരക്ഷിച്ചതാണോ നിങ്ങൾ? ഷാജി, ഈ കൊടകര കേസിൽ സുരേന്ദ്രന്റെ മൊഴിയെടുത്തതാണ് പോലീസ്. അന്ന് വിശദമായ മൊഴിയെടുത്തതാണ്. അന്നൊന്നും പറയാതെ ഇപ്പോൾ ഈ ഷാഫിക്ക് ധർമ്മരാജൻ 4 കോടി കൊടുത്തു എന്ന് പറയുന്നത് അന്ന് പറയാതിരുന്നതുകൊണ്ടാണ്? കോൺഗ്രസിനെ സംരക്ഷിച്ചതാണോ BJP? അല്ലല്ല, അതങ്ങനല്ലല്ലോ. നിങ്ങൾ ഈ കൊടകര കുഴൽപ്പണ കേസ് ഒക്കെ പറയുമ്പോഴേ, ഈ കൊടകര കേസ് കഴിഞ്ഞ് കുഴൽപ്പണം ആ കവർച്ച കേസിന് ശേഷം അവിടെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. കൊടകര ഉൾപ്പെടുന്ന തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിച്ചത് BJP അല്ലേ? ഈ കൊടകര മണ്ഡലത്തിൽ പോലും വലിയ ഭൂരിപക്ഷത്തിലല്ലേ BJP ജയിച്ചത്? ഈ വിഷയം താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും കാലം കഴിഞ്ഞ് അതിനുശേഷം എത്ര തെരഞ്ഞെടുപ്പ് നടന്നു? ഇവിടെ എങ്ങനെ ഇവർ വിഷയമാക്കിയിട്ടുണ്ട്? അജിംസെ, ഇവർക്കൊക്കെ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമാണ്. ഇവരിതിന്റെ പുറകെയൊന്നും പോകാൻ പോകുന്നില്ല, ഒരു കാരണവശാലും പോകാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ പാലക്കാട് നടന്ന ഈ കേസിൽ ധർമ്മരാജൻ കള്ളപ്പണത്തിൽ 4 കോടി രൂപ ഷാഫിക്ക് കൊടുത്തു എന്ന് കെ സുരേന്ദ്രന് കൃത്യമായ വിവരമുണ്ടെങ്കിൽ അത് EDയെ കൊണ്ട് അന്വേഷിക്കാൻ എന്ത് എളുപ്പമായിരുന്നു. അപ്പോൾ കോൺഗ്രസ്കാരനായ ഷാഫിയെ സംരക്ഷിക്കുന്നത് സുരേന്ദ്രനാണോ?
അല്ല, താങ്കൾ ഈ കൃത്യമായ അറിവ് അദ്ദേഹത്തിന് താങ്കളോട് പറഞ്ഞു. അദ്ദേഹം എനിക്ക് പറഞ്ഞത്, വിവരം അദ്ദേഹം ഉണ്ടെന്ന്. മാധ്യമങ്ങളോട് പറഞ്ഞാണ് 4 കോടി ധർമ്മരാജൻ 4 കോടി ഷാഫിക്ക് കൊടുത്തു എന്ന് അങ്ങേരാ പറഞ്ഞത്. കെ സുരേന്ദ്രനാണ് പറഞ്ഞത്. അല്ല, കള്ളപ്പണത്തിന്റെ ആളായിട്ട് ധർമ്മരാജനെ കേരളത്തിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അന്വേഷിക്കട്ടെ എന്നേ. ഉയർത്തിക്കാട്ടുന്നതല്ല, കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം പറയുന്നത്. കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്. അന്വേഷിക്കൂ, അന്വേഷിക്കൂ, അതാ പറയുന്നത്. ഇ ഡി അന്വേഷിക്കൂ. ഈ ധർമ്മരാജൻ ഇടപെട്ടതാണല്ലോ കൊടകര കവർച്ച കേസ്. ധർമ്മരാജൻ പറഞ്ഞത് ഏതാണ്ട് 3.5 കോടിയോളം എനിക്ക് നഷ്ടപ്പെട്ടു എന്നാ. ആ 3.5 കോടി പോലും കണ്ടെത്താത്ത പോലീസാ കേരളത്തിലുള്ളത്. അല്ല, അന്ന് അങ്ങനെ എന്നിട്ടാണ് ഈ ന്യായം മുഴുവൻ പറയുന്നത്. 25 ലക്ഷം പരാതി, 25 ലക്ഷം പരാതി, 3.5 കോടി കണ്ടെത്തിയത് പോലീസാണ്. കെ സുരേന്ദ്രൻ പറയുന്ന 25 ലക്ഷം എന്നായിരുന്നു പരാതി. ശ്രീ ഷാജി രാഘവൻ, അത് പറ. എനിക്ക് കേൾക്കാം. ഞാൻ അതായത് സൂമിലാണ് ഷാഫിക്ക് കേൾക്കുന്നത്. 4 കോടി ഒരാൾ കൊടുത്തു, പറഞ്ഞാൽ എനിക്ക് കേൾക്കാം. ഷാഫിക്ക് 4 കോടി കൊടുത്തു കെ സുരേന്ദ്രനെങ്കിൽ എന്തുകൊണ്ടാണ് ഇഡിക്ക് പരാതി കൊടുക്കാത്തത്? ഒന്നുകിൽ നിങ്ങൾ അനുകൂലിക്കുക, അത് പരാതി അല്ലെങ്കിൽ കൊടുത്ത് അന്വേഷിച്ച് കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഷാജി രാഘവൻ, കെ സുരേന്ദ്രന് വിവരം ഉണ്ടെങ്കിൽ. അജിംസ, നിങ്ങൾ ഒരാൾ പറഞ്ഞെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റും. ഞാൻ സൂമിലാണ്. ഓക്കെ, അജിംസ് ഒന്നുകൂടെ ആവർത്തിക്കുമോ? അത് ഈ 4 കോടി ഒരു നിമിഷം സംസാരിക്കല്ലേ പ്ലീസ്. ഷാജി രാഘവൻ, ഷാഫി പറമ്പിൽ 4 കോടി ധർമ്മരാജൻ കൊടുത്തു എന്ന വിവരം സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ആ മൊഴി കൊടുക്കാതെ എന്നത് ഇപ്പോൾ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? അത് പറഞ്ഞിട്ടും നിങ്ങളൊരു പരാതി കൊടുത്ത് ഇഡിയെ കൊണ്ട് കേസെടുപ്പിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ കോൺഗ്രസ്സുകാരെ സംരക്ഷിക്കുകയാണോ? കോൺഗ്രസ്സുകാരെ ഞങ്ങൾ എന്തിനാ സംരക്ഷിക്കുന്നത്? പിന്നെ എന്തുകൊണ്ട് പരാതി? പോലീസ് എന്തുകൊണ്ട് മൊഴി കൊടുത്തില്ല? ആര് മൊഴി കൊടുത്തില്ല? സുരേന്ദ്രൻ മൊഴി എടുത്താണല്ലോ ധർമ്മരാജനെ കുറിച്ച്. സുരേന്ദ്രന്റെ മൊഴി എടുത്താണ് പാലക്കാട്ടെ ഈ സംഭവത്തില്ല. ധർമ്മരാജൻ കൊടുത്തു എന്ന് സുരേന്ദ്രൻ അറിയാം. അത് പോലീസിനോട് പറഞ്ഞിട്ടില്ല, പരാതിയില്ല, ഇഡി അന്വേഷണമില്ല, ഒന്നുമില്ല. 6-ാം തീയതി രാത്രിയിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തിയ കള്ളപ്പണ തിരിമറി കേസിനെ പറ്റി ശ്രീ കെ സുരേന്ദ്രൻ മൊഴി കൊടുത്തു എന്നാണോ താങ്കൾ? സുരേന്ദ്രൻ ഈ പറയുന്ന ഈ റെയ്ഡ് നടക്കുന്നതിന് മുമ്പാണ് ഈ ആരോപണം ഉന്നയിച്ചത്. അതിനുശേഷമാണ് ഈ റെയ്ഡ് നടക്കുന്നത്. എന്ത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറയുന്നത്? റെയ്ഡിന് മുമ്പാണ് ധർമ്മരാജൻ പണം കൊടുത്തിട്ടുണ്ടെന്ന്. കൊടകര കേസുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത്. ധർമ്മരാജൻ പണം കൊടുത്തിട്ടുണ്ട് ഷാഫിക്കുന്നു. താങ്കളോട് ആരാ പറഞ്ഞത് മൊഴി കൊടുത്തു എന്ന്? മൊഴി വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞാണെന്നേ ഷാജി രാഘവൻ. കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞാണ്. അജിംസ, ഒരു സെക്കൻഡ്. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഷാഫിക്ക് ധർമ്മരാജൻ 4 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞത്. ആ പ്രസ്താവന ഷാജി ഓൺ ചെയ്യുന്നില്ലെന്ന് ഈ ചർച്ചയിൽ. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബി.ജെ.പി പ്രതിനിധിക്ക് ബി.ജെ.പി പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം വിശ്വസിക്കുന്നില്ലെന്നേ, അദ്ദേഹം അത് ഓൺ ചെയ്യുന്നില്ല. അനിൽ ബോസ് ഓൺ ചെയ്ത് കിട്ടിയെന്ന്. അത്ര മതി. അല്ലല്ല, അദ്ദേഹം ഓൺ ചെയ്യട്ടെ. ഷാജി പറയണം സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണോ നുണയാണോ സത്യമാണോ? സുരേന്ദ്രൻ പറഞ്ഞത് നുണയാണോ സത്യമാണോ? ഷാജി കേൾക്കാൻ കഴിയുന്നില്ല. കൊടകരയിൽ നിന്ന് അതിൽ ബാക്കിയുള്ളതാണ്. ഷാജി, സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഒറ്റ കാര്യം ഉണ്ടായിരിക്കും. പ്ലീസ് ഷാജി സംസാരിക്കട്ടെ. ഓക്കെ, ബഹളമാണ്. സോറി, എന്റെ സമയം കഴിഞ്ഞു. ഏതായാലും സുരേന്ദ്രൻ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. നമുക്ക് വരും ദിവസങ്ങളിൽ അത് ചോദിച്ചറിയാം. ബി.ജെ.പി പ്രതിനിധികൾ ഷാജി രാഘവൻ, ശ്രീ റിയാസുദ്ദീൻ, ശ്രീ അനിൽ ബോസ് ഇത്രയും സംസാരിച്ചു. നന്ദി.